പ്രഗ്നൻസി ടൈമിൽ ഷുഗർ പ്രഷറൊക്കെ ഡിറ്റക്ട് ചെയ്യില്ല, അപ്പോൾ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ്? ആദ്യമേ തന്നെ BP ആയിട്ട് പ്രഗ്നൻ്റ് ആകുവാണെങ്കിൽ ആ ഒരു ഗർഭിണിയെ നമ്മൾ ബാക്കിയുള്ള ടെസ്റ്റുകൾക്ക് കിഡ്നിയുടെ പ്രശ്നങ്ങളുണ്ടോ, അതുപോലെ എൻഡോക്രൈനോളജി, നമ്മുടെ ഹോർമോൺ തകരാറുകൾ എന്തെങ്കിലും ഉണ്ടോ, ഹാർട്ടിന് പ്രോബ്ലംസ് ഉണ്ടോ, അങ്ങനെയെല്ലാം വിശദമായിട്ട് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത ശേഷം മാത്രമേ ആ പ്രഗ്നൻസി നമുക്ക് അതിനുള്ള പ്രത്യേക ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതേസമയം 5-ാം മാസത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന പ്രഷറാണെങ്കിൽ നമ്മൾ ആ പ്രഷറിന് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം കൊടുക്കുകയും കുഞ്ഞിന് വളർച്ച കുറവ് അല്ലെങ്കിൽ പെട്ടെന്ന് മറുപിള്ള വിട്ടുപോവുക അങ്ങനെയുള്ള അപകടകരമായ അവസ്ഥയിലേക്ക് പോകാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കും. അതോടൊപ്പം തന്നെ അമ്മയെ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ അമ്മയ്ക്ക് തലച്ചോറിനകത്ത് ബ്ലീഡിങ് വരാതിരിക്കാനും ഫിറ്റ്സ് പോലത്തെ രോഗങ്ങൾ വരാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകളും കൊടുക്കും. അപ്പം ഷുഗറിനാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊടുക്കും. അതിന് നമ്മൾ മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി എന്നാണ് പറയുന്നത്. അതായത് ഡയറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, അതിനോടൊപ്പമുള്ള ചെറിയ ചെറിയ എക്സസൈസുകളും പറഞ്ഞു കൊടുക്കും. അതിൽ കൺട്രോൾഡ് ആയില്ല എങ്കിൽ മെഡിസിൻസ് കൊടുക്കും, അതായത് ടാബ്ലറ്റ്സ് കൊടുക്കും. ആ ടാബ്ലറ്റിലും കൺട്രോൾഡ് ആയില്ല എങ്കിൽ ഇൻസുലിൻ പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഗർഭിണി ആയിരിക്കെ നമ്മൾ ഇൻസുലിൻ എടുക്കുന്നു അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് ഇൻസുലിൻ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ആ ഒരു ഇൻസുലിൻ കൊണ്ട് മാത്രമേ നമുക്ക് ആ സമയത്ത് ഷുഗർ എത്രയാണോ കൂടിയിരിക്കുന്നത് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഷുഗർ കൺട്രോൾഡ് ആയില്ലെങ്കിൽ കുഞ്ഞിന് വയറ്റിൽ വെച്ച് തന്നെ അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.